ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ സി നാഗരത്നം, ഇവിടെ വേദിയിലും സദസ്സിലുള്ള ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കേരള വാട്ടർ അതോറിറ്റി കോൺട്രാക്ടേഴ്സ് സംയുക്ത സമരസമിതി ഇന്ന് വാട്ടർ അതോറിറ്റിയുടെ മുമ്പിൽ നടത്തുന്ന ഈ സമരത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുന്നു. ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് നിങ്ങളുടെ പ്രയാസങ്ങൾ ഏറ്റവും നന്നായി അറിയാവുന്ന ഒരാളാണ് ഞാൻ. ഇന്നും രാവിലെയും പറവൂരിൽ നിന്ന് എനിക്കൊരു ഫോൺ കോൾ ഉണ്ടായി, പൈപ്പ് പൊട്ടിയെന്ന്. പണ്ടൊക്കെ നമ്മൾ സ്നേഹത്തിൽ നിർബന്ധിച്ചൊക്കെ കോൺട്രാക്ടർമാരോട് പറയും വേഗം വന്ന് വർക്ക് ചെയ്യണം. ഇപ്പോൾ പറയാൻ മടിയാണ്. കാരണം ഒരുപാട് മാസത്തെ 11 മാസം അല്ലേ, 19, നിങ്ങളുടെ ഈ മെയിൻ്റനൻസിൻ്റെ പൈസ കിട്ടാൻ തന്നെ 19 മാസത്തെ പൈസ കിട്ടാനുണ്ട്. 160 കോടിയോളം രൂപ മെയിൻ്റനൻസ് മാത്രം കിട്ടാനുണ്ട്. അതിൻ്റെ ഇടയിലാണ് ജലജീവൻ മിഷൻ വന്നത്. ജലജീവൻ മിഷൻ 45,000 കോടി രൂപയുടെ ഭരണാനുമതിയുള്ള വലിയൊരു പ്രോജക്റ്റാണ്. സത്യത്തിൽ കേരളത്തിൽ മുഴുവൻ ശുദ്ധജലം ലഭിക്കുകയും അതിൻ്റെ കരാറുകാർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് വലിയ ഒരു സാമ്പത്തിക നേട്ടമുണ്ടായി നിങ്ങളുടെ ജീവിത നിലവാരത്തിൽ മാറ്റമുണ്ടാക്കേണ്ട ഒരു വലിയ പദ്ധതിയാണ്. നിങ്ങളെല്ലാവരും പ്രതീക്ഷയോടുകൂടിയാണ് ആ പദ്ധതിയെ നോക്കിക്കണ്ടത് എന്ന് എനിക്കറിയാം. പക്ഷേ ഇന്ന് ഉള്ളത് കൂടി നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്കും രൂക്ഷമായ കടബാധ്യതയിലേക്കും ഓവർ ഡ്രാഫ്റ്റും ബാങ്കുകളിൽ നിന്നുള്ള കടവുമൊക്കെയായി കേരളത്തിലെ വാട്ടർ അതോറിറ്റിയിലെ കോൺട്രാക്ടർമാർ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള സാമ്പത്തികമായ പരാധീനതകൾ അനുഭവിക്കുകയാണ്. നമുക്കറിയാം, ജലജീവൻ മിഷൻ്റെ തന്നെ 4200-ലധികം ബില്ലുകൾ പെൻഡിങ്ങാണ്. 11 മാസത്തെ പെൻഡിങ്ങാണ് ജലജീവൻ മിഷൻ്റെ തന്നെ പെൻഡിങ് ഉള്ളത്. 6000 കോടിയോളം രൂപ കുടിശ്ശികയായി കിട്ടാനുണ്ട്. 6000 കോടി രൂപ എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം അതിൻ്റെ പലിശ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? കിട്ടാനുള്ള തുകയുടെ പലിശ, നിങ്ങളുടെ ലാഭവും ഒക്കെ പോയി. ആ പലിശ നിങ്ങളെ കടബാധ്യതയിൽ പെടാതിരിക്കാനുള്ള പലിശ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ സംസ്ഥാന സർക്കാർ ഒരു 380 കോടി രൂപ അനുവദിച്ചു. കിട്ടിയിട്ടില്ല കയ്യിൽ. പേപ്പറിലേ ഉള്ളൂ, പേപ്പറിൽ അതിലേ ചെയ്തിട്ടുള്ളൂ. കേന്ദ്ര സർക്കാരിലെ ഒരു സ്പെഷ്യൽ അസിസ്റ്റൻറ്റ് പാക്കേജ്, നിങ്ങളുടെ ചില സുഹൃത്തുക്കൾ എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് തന്നു. 288 കോടി രൂപ അനുവദിച്ചു. ഇവിടെ ഒരു സീനിയോറിറ്റി ലിസ്റ്റ് ഉണ്ടല്ലോ, വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു സംവിധാനമല്ലേ, ഒരു മെക്കാനിസം അല്ലേ സീനിയോറിറ്റി ലിസ്റ്റ്. ഈ കേന്ദ്രത്തിൽ നിന്ന് വന്ന 288 കോടി രൂപ 6 വൻകിടക്കാർക്ക് സീനിയോറിറ്റി ലംഘിച്ചു കൊടുക്കാനുള്ള തീരുമാനം ഇവിടെ എടുത്തു. കോടതി സ്റ്റേ ചെയ്തോ? കോടതി സ്റ്റേ ചെയ്തുകൊണ്ട് തൽക്കാലത്ത് അത് നിൽക്കുകയാണ്. ഇന്ന് കൊടുത്തു, അവർക്ക് തന്നെ കൊടുത്തു. അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അതൊരു അഴിമതിയാണ്. അത് ഞാൻ ഹൈക്കോടതി സ്റ്റേ ചെയ്തുകൊണ്ടാണ് ഞാനതൊരു ആരോപണമായി ഉന്നയിക്കാതിരുന്നത്. കാരണം ഇത്രയും ആളുകൾ ക്യൂവിൽ നിൽക്കുമ്പോൾ ബില്ല് ക്ലോസ് ചെയ്താണല്ലോ സീനിയോറിറ്റി ലിസ്റ്റ് വരേണ്ടത്. ബില്ല് ക്ലോസ് ചെയ്തിട്ട് അല്ലേ, അത് ക്ലോസ് ചെയ്തിട്ടാണ് സീനിയോറിറ്റി ലിസ്റ്റിൽ വരേണ്ടത്. ആ സീനിയോറിറ്റി ലിസ്റ്റ് ലംഘിച്ച് അത് വേണ്ടപ്പെട്ടവർക്ക്, എനിക്കറിയാം ആരൊക്കെയാണെന്ന്, വേണ്ടപ്പെട്ടവർക്ക് മാത്രം അത് കൊടുത്തിരിക്കും. സീനിയോറിറ്റി ലിസ്റ്റ് ലംഘിച്ച് ഇനി വരാനിരിക്കുന്ന ഈ 380 കോടി രൂപയും കൊടുത്ത് ശീലിച്ചാൽ, പിന്നെ കിട്ടി ശീലിച്ചാലും കൊടുത്ത് ശീലിച്ചാലും പിന്നെ അത് ആവർത്തിക്കും. ഇത് കൊടുക്കാൻ മാത്രമല്ല, കിട്ടിയിട്ട് വീണ്ടും തുടരാനുള്ള സാധ്യതയാണ്. ഇത്രയും കോടി രൂപ ബാധ്യതയിൽ നിൽക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ വലിയ കുഴപ്പം കാണിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ എക്സൽ ഷീറ്റ് കൊണ്ടുവരാൻ പോകും അല്ലേ, അതായത് സീനിയോറിറ്റി മറികടക്കാൻ ഇഷ്ടക്കാർക്ക് പണം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടാണ്. ഒരു കാലത്തും നമ്മുടെ നാട്ടിൽ ഒരു സർക്കാർ സംവിധാനത്തിലും ഇല്ലാത്തൊരു പരിപാടിയാണ് സീനിയോറിറ്റി ലിസ്റ്റ്. ഞാനിപ്പോൾ ആദ്യം ഈ വേദിയിൽ വെച്ച് തന്നെ പരസ്യമായി അഴിമതി ആരോപണം ഉന്നയിക്കുക. ഞാനിനി അടുത്ത ദിവസങ്ങളിൽ വളരെ കൃത്യമായി ആ വിവരം ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നു. മുഴുവൻ ഡീറ്റെയിൽസും നമ്മുടെ കയ്യിലുണ്ട്. ഗൗരവത്തോടു കൂടി ഉന്നയിക്കും. ഇത് ശരിയല്ല, കേരളത്തിൽ ഇത് ആവർത്തിക്കപ്പെടാൻ പാടില്ല.
ഏത് ഗവൺമെൻറ് ആണല്ലോ, ഒരു ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഇത് ആവർത്തിക്കപ്പെടാൻ പാടില്ല. കുറേ പേര് ജോലി ചെയ്ത് പൈസ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക, എന്നിട്ട് ഏറ്റവും അവസാനം ജോലി ചെയ്ത ആൾക്ക് കാശ് കൊടുക്കുക. അത് ലിസ്റ്റ് കീഴ്പോട്ടാണോ കൊടുക്കുന്നത്? തലകീഴാക്കി മറിച്ചിരിക്കും പുറത്തും ഉന്നയിച്ച് ഇതിന് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുമെന്നുള്ള വാക്കാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. തീർച്ചയായും നിങ്ങളോടൊപ്പം ഉണ്ടാകും. നിങ്ങൾക്കിത് വാങ്ങിച്ച് തരുന്നത് വരെ നിങ്ങളുടെ ഈ പോരാട്ടത്തിൻ്റെ കൂടെ ഉണ്ടാകും എന്ന് ഉറപ്പുകൂടി നൽകിക്കൊണ്ട് ഞാൻ ഈ പ്രതിഷേധ സമരം നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.